2025 ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് കുറേ പുതിയ തീരുമാനങ്ങൾ എടുക്കുക എന്നത് അല്ലേ. ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, ഇതിനെപ്പറ്റി തന്നെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഓൾറെഡി യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യണം, ഈ വർഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതിൽ പലതും നമ്മുടെ വർഷം പകുതി ആവുമ്പോഴത്തേക്ക് അതെല്ലാം കാറ്റിൽ പറന്ന് നമുക്ക് തന്നെ മനസ്സിലാവും ഇതൊന്നും നമുക്ക് പറ്റിയ കാര്യങ്ങളല്ല, നടപ്പുള്ള കാര്യമല്ല എന്നൊക്കെ. ഈ വർഷം ഇതിന്ന് ഒരു വ്യത്യസ്തതയാവട്ടെ. നമുക്ക് വെറും 10 കാര്യങ്ങളെ പറ്റി മാത്രം സംസാരിക്കാം. ഈ 10 കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നവരായാലും, എത്ര വരുമാനമുള്ളവരായാലും, ഏത് സോഷ്യൽ സ്ട്രാറ്റയിൽ പെട്ടവരായാലും, സ്റ്റുഡൻ്റ് ആണെങ്കിലും, ചെറിയ ജോലി ചെയ്യുന്ന ആളായാലും, ഏത് ജെൻഡറിൽപ്പെട്ട ആളായാലും എല്ലാവർക്കും ഒരേപോലെ തന്നെ തുടങ്ങാൻ പറ്റുന്ന 10 ശീലങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ 10 ശീലങ്ങൾ നിങ്ങൾ കൈമുതലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റുമെന്ന് 100% ഉറപ്പാണ്. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ ചുറ്റും കാണുന്നതെല്ലാം നെഗറ്റിവിറ്റിയാണ് അല്ലേ. മിക്കവാറും നെഗറ്റീവ് വാർത്തകളാണ് നമ്മളെ തേടി വരാറ്. വാർത്ത ചാനൽ വെച്ചാലും പത്രം തുറന്ന് നോക്കിയാലും നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാലും എല്ലാം മൊത്ത പ്രശ്നങ്ങളും ദുരിതങ്ങളും ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ സന്തോഷം ഇല്ലാതാവുകയാണ്. നമുക്ക് തന്നെ സ്വന്തമായി കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രശ്നങ്ങൾ ഇല്ലാത്തവരൊന്നും ആയിട്ട് ആരുമില്ല. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയേ മതിയാവും. അതിന് നമ്മളെ സഹായിക്കുന്ന 10 കാര്യങ്ങളെ പറ്റി മാത്രം നമുക്കിന്ന് സംസാരിക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനായിട്ട് താഴെ എൻ്റെ ഇമെയിൽ ഐഡിയും ഇൻസ്റ്റാ ഐഡിയിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതെല്ലാം ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുവാണ് എന്നൊന്നും അല്ല. എന്നും ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ. ഓരോ ദിവസവും തലേ ദിവസത്തേക്കാൾ കുറച്ചെങ്കിലും ബെറ്റർ ആവണം, എൻ്റെ തന്നെ പുതിയൊരു ബെറ്റർ വേർഷൻ ആയിട്ട് മാറണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അതിനുവേണ്ടി ഈ 10 കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിച്ചു നോക്കിയപ്പോൾ വളരെയധികം മാറ്റങ്ങൾ, വളരെയധികം സന്തോഷവും ലൈഫിൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങളോട് പറയണം എന്ന് വിചാരിക്കുന്നത്. കാരണം എൻ്റെ ചുറ്റുമുള്ള പല ആളുകളെയും കണ്ടപ്പോഴും, എനിക്ക് വരുന്ന മെസ്സേജുകളൊക്കെ കണ്ടപ്പോഴും, അതേപോലെ ഞാൻ ഡെയിലി ഇടപഴകുന്ന ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും എല്ലാം മനസ്സിലാവുന്നത് എല്ലാവർക്കും ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. എല്ലാ മനുഷ്യരും ഒരു രീതിയിൽ ഒരേപോലെയാണ്. അവരുടെ ചിന്തകളൊക്കെ പോകുന്നതും ബുദ്ധിമുട്ടുകളൊക്കെയും ഏതെങ്കിലും തരത്തിലൊക്കെ ഒരേപോലെ വരാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വഴി അവരുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും ഒരു വെളിച്ചം വീശാൻ കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആദ്യത്തെ കാര്യം സെൽഫ് ലവ്. സെൽഫ് ലവ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്വയം സ്നേഹിക്കുക എന്ന്. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന കാര്യമാണ് സ്വയം സ്നേഹിക്കാൻ. നമുക്ക് വീട്ടുകാരോടും നാട്ടുകാരോടും നമ്മുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്നവരോടും എല്ലാം സ്നേഹം പ്രകടിപ്പിക്കാനും സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാനും ഒക്കെ അറിയായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ സ്വയം സ്നേഹിക്കാനും അംഗീകരിക്കാനും സഹിക്കാനും ഒന്നും കഴിയാതെ പോകുന്നവരാണ്. എത്ര പേര് നമ്മൾ സ്വയം ടോളറേറ്റ് ചെയ്യാറില്ല. നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിനോട് ക്ഷമിക്കാറില്ല. നമ്മൾ എപ്പോഴോ ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ സ്വയം ക്രൂശിക്കുന്നവര്, മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡനം അനുഭവിക്കുന്നവര്, സ്വന്തമായിട്ട് തന്നെ പീഡിപ്പിക്കുന്നവര് എത്രയോ പേരുണ്ട്. നമ്മൾ അതിനെപ്പറ്റി നമ്മളെ തന്നെ കുത്തി നോവിക്കാറുണ്ട് അല്ലേ. ഓരോരോ ട്രിഗർ വരുമ്പോഴും നമ്മൾ അത് ആലോചിക്കും, ഞാൻ എൻ്റെ തെറ്റുകൊണ്ടാണ് അത് ചെയ്തത്, ഞാനാണ് ഇതിന് ഉത്തരവാദി. പക്ഷെ മറ്റൊരാളാണ് അത് ചെയ്തെങ്കിൽ നമ്മൾ പലപ്പോഴും ക്ഷമിക്കും. സ്വയം ചെയ്ത തെറ്റുകൾ അത്ര പോലും നമ്മൾ ക്ഷമിക്കാത്തതിന്റെ അർത്ഥം എന്താണ്? മറ്റേ ആളെ നമ്മൾ സ്നേഹിക്കുന്നത്ര പോലും സ്വയം സ്നേഹിക്കുന്നില്ല എന്നാണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതും അങ്ങനെയാണ്, അഹങ്കാരം പാടില്ല. പക്ഷേ അഹങ്കാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കരുതെങ്കിലും അത് സ്വന്തമായിട്ട് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വന്തമായിട്ട് അംഗീകരിക്കുക, സ്നേഹിക്കുക, ക്ഷമിക്കുക, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക. ഇംഗ്ലീഷിലൊരു പ്രൊവേർബ് ഉണ്ട്, യു ക്യാൻ നെവർ പോർ ഔട്ട് ഫ്രം ആൻ എംപ്റ്റി കപ്പ്. അത് സ്വന്തം ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ, നമുക്ക് സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരെ സന്തോഷമായിട്ട് വയ്ക്കാൻ പറ്റില്ല. നമ്മൾ കുട്ടികളുടെ അടുത്ത് ദേഷ്യപ്പെടും, നമ്മുടെ പാർട്ട്ണറിന്റെ അടുത്ത് ദേഷ്യപ്പെടും, അവരുമായിട്ട് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരിലേക്കും നമ്മുടെ മൂഡും റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആദ്യം വേണ്ടത് സ്വയം സമാധാനപ്പെട്ട് സംയമനത്തിലെത്തി സന്തോഷത്തോടെ ഇരിക്കാൻ ശീലിക്കുക എന്നതാണ്. എല്ലാ തരത്തിലുള്ള ബാക്കി ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളും വരുന്നത് ഈ സെൽഫ് ലവിൽ നിന്നാണ്.
സെൽഫ് ലവിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. അത് പല രീതിയിലാവാം. ചിലർക്കത് സ്കിന്നിനെയും ഹെയറിനെയും ബോഡിയെയൊക്കെ കെയർ ചെയ്യുന്നതാവാം, ചിലർക്കത് സ്വന്തമായി ഇഷ്ടമുള്ള എന്തെങ്കിലും ഹോബീസ് ചെയ്യുന്നതാവാം, ഒരു പാട്ട് കേൾക്കുന്നതാവാം, ബാക്കിയുള്ള ബിസി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അവനവന് വേണ്ടി ഇഷ്ടമുള്ള ഒരു കാര്യം എഴുതുന്നതാവാം. പലപ്പോഴും തിരക്ക് പിടിച്ച ലോകത്ത് നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു മെഷീൻ പോലെയായി മാറും. എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല എന്നല്ല, സമയം നമ്മൾ കണ്ടെത്താറില്ല എന്ന് പറയേണ്ടി വരും. അപ്പോഴാണ് ഒരുപാട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാണുന്നത്. ഇതിനെല്ലാം പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. എങ്കിൽ മാത്രമേ ആ സന്തോഷം പകർന്നു കൊടുക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. സെൽഫ് ലവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം, സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേറ്റിംഗ്. നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം നിർത്തുക. അത് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിർത്തുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന 8 കാര്യങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, നാളെ മുതൽ ഞാൻ ഇങ്ങനെയാവാം. ആ ചിന്ത അവിടെ വെച്ച് തന്നെ കട്ട് ഓഫ് ചെയ്യുക. അത് ഇന്ന് മുതൽ ഇങ്ങനെ ആവുക, ഇപ്പോൾ മുതൽ ഇങ്ങനെ ആവുക. The best day to start anything is today and the best time is now. ഇപ്പോഴാണ് ഏറ്റവും നല്ല സമയം എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും. പലപ്പോഴും നമുക്ക് പറ്റുന്നത് എന്താണെന്നറിയാമോ, നമ്മൾ വിചാരിക്കും ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ടിനായിട്ട് നമ്മൾ കാത്തിരിക്കും. അതായത് ജിമ്മിൽ പോകണം, 1-ാം തീയതി മുതൽ പോവാം. അങ്ങനെ വിചാരിക്കുമ്പോൾ ആ 1-ാം തീയതി എന്തെങ്കിലും അവിചാരിതമായ ഒരു കാര്യം വരും, അല്ലെങ്കിൽ നമ്മൾക്ക് അന്ന് എന്തെങ്കിലും തരത്തിലൊരു മടി തോന്നും. അന്ന് ആ പോകുന്ന കാര്യം നടന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ അതിനെ മാറ്റിവെക്കും. അങ്ങനെ ആ കാര്യം നടക്കാതെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ചെറിയ ചെറിയ തുടക്കങ്ങൾ തുടങ്ങി വെക്കുക. ചെറിയ രീതിയിൽ തുടങ്ങുക. എല്ലാത്തിനും ഒരു ഫസ്റ്റ് ഉണ്ട്, എല്ലാത്തിനും ആദ്യത്തെ ഒരു ദിവസമുണ്ട്. നമ്മൾ എത്ര ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന കാര്യവും, നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് പണ്ട് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ, അതെല്ലാം തുടങ്ങിയപ്പോൾ നമുക്കത് വളരെ പ്രശ്നമുള്ളതായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അന്നത് തുടങ്ങിയത് കൊണ്ടാണ് ഇന്നും അത് നിലനിൽക്കുന്നത്. ആ തുടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. തുടക്കം പെർഫെക്റ്റ് ആവണം എന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. തുടങ്ങുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. തുടങ്ങുക, അതിൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുക. തോറ്റ് പിന്മാറാതെ പിടിച്ചു നിൽക്കുക. വീണുപോയാൽ വീണ്ടും കയറി വരിക. ഇനി 3-ാമത്തെ കാര്യം, മൂവ് യുവർ ബോഡി എവറി ഡേ. എല്ലാ ദിവസവും എന്തെങ്കിലും തരത്തില് നിങ്ങളെ ബോഡിക്ക് മൂവ്മെന്റ് കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും 80% സമയവും കസേരയിൽ തന്നെയാണ് നമ്മൾ ചെലവഴിക്കുന്നത് അല്ലേ. ഉറങ്ങുന്ന സമയം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മിക്ക സമയത്തും നമ്മൾ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കിടന്നോ ആവാം. പക്ഷേ നമ്മൾ നിന്നോ നടന്നോ വളരെ കുറച്ച് കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. നമ്മുടെ ബോഡിക്ക് മൂവ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിലെ എല്ലാ മസിൽസും ജോയിൻസും എല്ലാം നന്നായി ഫങ്ഷൻ ചെയ്യുകയുള്ളൂ. ബോഡിയിലെ മെറ്റബോളിക് ഫങ്ഷൻസ് നന്നായിട്ട് നടക്കുകയുള്ളൂ. നമ്മൾ 20 മിനിറ്റ് ഇരുന്ന ശേഷം 5 മിനിറ്റ് എണീറ്റ് നടക്കുന്നത് നമ്മുടെ ആയുസ്സിനെ 4 വർഷത്തോളം കൂട്ടുമെന്നാണ് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. വളരെ ചെറിയ കാര്യങ്ങളാവാം. ഇപ്പോൾ നിങ്ങൾ ഒരു തരത്തിലുള്ള എക്സസൈസും ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ പതുക്കെ നടക്കാൻ പോകാൻ തുടങ്ങാം. വേറെ പുറത്തെങ്ങും പോകാൻ നിങ്ങൾക്ക് സമയവും സാഹചര്യവും അനുവദിക്കുന്നില്ലെങ്കിൽ വീടിന്റെ മുറ്റത്ത് തന്നെ നടക്കുക, അല്ലെങ്കിൽ വീടിനുള്ളിൽ നടക്കുക. 10 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വീടിന്റെ ഫുൾ നീളത്തിൽ നടക്കുക. അങ്ങനെ 3 തവണ ചെയ്യുക. അത് പതുക്കെ പതുക്കെ നമുക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുന്നതാണ്. പുറത്ത് നടക്കാൻ പോവെങ്കിൽ അത് സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. ജിമ്മിൽ പോകാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അവിടെ മറ്റാളുകൾ ചെയ്യുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോൾ അതേപോലെ അവിടെയുള്ള അറ്റ്മോസ്ഫിയർ, പിന്നെ ഒരു കാര്യം, നമ്മൾ അവിടെ പൈസ കൊടുത്തിട്ടാണ് പോകുന്നത്, അപ്പോൾ നമുക്ക് പൈസ വേസ്റ്റ് ആക്കാൻ പറ്റില്ല എന്നുള്ള ചിന്ത, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ജിമ്മിൽ പോകുന്നത് വളരെയധികം നമ്മുടെ ഹാപ്പി ഹോർമോൺസിന് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ വർഷമാണ് അത് ചെയ്യാൻ തുടങ്ങിയത്. വളരെ കാലമായിട്ട് വിചാരിച്ചിരുന്നെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ വളരെ നല്ലൊരു ഇഫക്റ്റ് ആണ് എൻ്റെ ബോഡിക്ക് മാത്രമല്ല മനസ്സിനും തോന്നിയിട്ടുള്ളത്. എനർജറ്റിക് ആയിട്ട് ആ ദിവസം ഫീൽ ചെയ്യുന്നു. മുൻപെല്ലാം ഓരോ ദിവസവും ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ എങ്ങനെയെങ്കിലും കട്ടിലിൽ കയറി കിടന്ന് ഒന്ന് ഉറങ്ങണം എന്നുള്ളൊരു വിചാരം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ക്ഷീണം തോന്നാറുണ്ടായിരുന്നു. അതിന് വലിയ ഒരു മാറ്റമാണ് ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവും. തോന്നിയിട്ടില്ലെങ്കിൽ അതിനുള്ള വഴികൾ ഉടനെ നോക്കുക. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സസൈസ് നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങുക. അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളെ കൂടെ കൂട്ടാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ മുൻപ് ഇക്കിഗായ് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ആ സ്ഥലത്തെ ആളുകൾക്ക് ഏറ്റവും അധികം ആയുസ്സും ആരോഗ്യവും നൽകാൻ സഹായിച്ചത് അവരുടെ ബോഡി അവരെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അവരൊരിടത്ത് അടങ്ങി ഒതുങ്ങി അനങ്ങാതെ ഇരുന്ന് മാത്രം ജോലി ചെയ്യുന്നവരല്ല. പുറത്തിറങ്ങി നടക്കുകയും മറ്റുള്ളവരുമായി സോഷ്യലൈസ് ചെയ്യുകയും വെറുതെ എങ്കിലും ബോഡിയെ മൂവ് ചെയ്യിക്കുന്നവരാണ്.
എന്നെ പോലുള്ള ഡോക്ടേഴ്സ് എല്ലാം എല്ലാ ദിവസവും കാണുന്നതാണ് മെറ്റബോളിക് സിൻഡ്രോമും ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും ഒക്കെ. ഈ ഷുഗർ, പ്രഷർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസുകൾ, ക്യാൻസർ, അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളുടെയും പിന്നിലുള്ള പ്രധാന ഫാക്ടർ എന്ന് പറഞ്ഞാൽ എക്സസൈസ് ഇല്ലായ്മയും ഡയറ്റിലെ പ്രശ്നങ്ങളുമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റ് അത് തന്നെയാണ്, ഡയറ്റ്. ഈ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് 5 കിലോ കുറഞ്ഞു, ഒരു മാസം കൊണ്ട് 10 കിലോ കുറഞ്ഞു, അങ്ങനെയുള്ള ഒരു കാര്യമല്ല. ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തേക്കും ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ആ ഒരു മാസം കൊണ്ട് വെയിറ്റ് കുറഞ്ഞിട്ട് അടുത്ത മാസം വെയിറ്റ് തിരിച്ചു വരുവാണെങ്കിൽ അതിൽ എന്ത് ഹെൽത്ത് ബെനിഫിറ്റ് ആണുള്ളത്? എന്നും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, എന്നും നമുക്ക് പറ്റുന്ന, നമുക്ക് ചിലവുകൾ സഹിക്കാൻ പറ്റുന്നതായിരിക്കണം. അതേപോലെ തന്നെ നമുക്കത് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഫുഡായിരിക്കണം. ഒരു തരത്തിലുള്ള ടേസ്റ്റും ഇല്ലാത്ത ഫുഡ്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് മൊത്തമായിട്ട് ഒഴിവാക്കിയ ഫുഡ്, ഇങ്ങനെയൊക്കെ പലരും ചെയ്യുന്ന കാണുന്നുണ്ട്. പക്ഷെ അതവർക്ക് എത്ര ദിവസം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ചോദ്യം. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ചോറ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ചോറ് ഇല്ലാതിരിക്കുമ്പോൾ, ഒട്ടും തന്നെ ചോറ് കഴിക്കുന്നില്ലെങ്കിൽ എൻ്റെ മാനസിക സന്തോഷത്തെ അത് ബാധിക്കും അല്ലേ? എനിക്കിഷ്ടമുള്ളൊരു ഫുഡ് ഞാൻ ഒട്ടും തന്നെ കഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെയും പോർഷൻ സൈസ് കൺട്രോൾ ചെയ്യുക. അതിനാണ് നമ്മുടെ ഒരു ഫുഡ് പ്ലേറ്റ് മെത്തേഡ് എടുക്കുന്നത്. അത് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ചെയ്യാം, നിങ്ങൾ കണ്ടു നോക്കൂ. നമ്മുടെ മമ്മൂട്ടി പറഞ്ഞതുപോലെ ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, ഇഷ്ടമുള്ള അത്രയും കഴിക്കാതിരുന്നാൽ മതി. എല്ലാത്തിൻ്റെയും പോർഷൻ സൈസ് കൺട്രോൾ ചെയ്ത് ചെറിയ ഭാഗത്തിൽ മാത്രം കാലറിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണ്ട അളവിൽ മാത്രം കഴിക്കാൻ നോക്കുക. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഡയറ്റീഷ്യന്റെ സഹായം തേടാം, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഡയറ്റ് ഒക്കെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം എന്നുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കാം. രണ്ടാമതൊരു കാര്യം, എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് വാങ്ങിക്കുന്നത് മോശമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രോസസ്ഡ് ഫുഡ് എത്തുന്നത് നമ്മൾ അറിയാതെ തന്നെയാണ്. നമ്മളത് വലിയ പ്രശ്നമില്ലാത്തൊരു ഫുഡാന്ന് വിചാരിച്ച് വാങ്ങിക്കും, പക്ഷെ നമ്മൾ ഒരിക്കലും ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കാറില്ല. എന്ത് ഫുഡ് വാങ്ങിക്കുക, നിങ്ങളൊരു ബ്രെഡ് വാങ്ങിക്കുന്നെങ്കിൽ അതിന്റെ ബാക്കിലുള്ള ഇൻഗ്രീഡിയൻ ലിസ്റ്റ് എന്തായാലും നോക്കണം. അതിൽ എഴുതിയിട്ടുണ്ട് റിഫൈൻഡ് വീറ്റ് ഫ്ലോർ, അതായത് മൈദ, ഷുഗർ എത്രയുണ്ട്, എല്ലാം ആഡ് ചെയ്യണം എന്നുള്ളതാണ് നോംസ്. അപ്പോൾ എല്ലാ സാധനത്തിന്റെയും ലിസ്റ്റ് നോക്കുക, അതിൽ നിന്ന് നമുക്ക് ഹെൽത്തി ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിന് നമുക്കറിയാം, നമ്മുടെ അടുത്ത് എത്തുന്ന പലതരത്തിലുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, മീറ്റ് എല്ലാം പ്രോസസ്, കീടനാശിനികളും ആന്റിബയോട്ടിക്സും ഒക്കെ ഉള്ളതൊക്കെയാണ് അല്ലേ? അപ്പൊ അതിന് നമുക്ക് പറ്റുന്നത്രയും ക്ലീൻ ചെയ്തെടുക്കാം, പറ്റുന്നത്രയും ഹെൽത്തി ഓപ്ഷൻസ് നോക്കാം. ഹെൽത്തി ഓപ്ഷൻസ് ചിലപ്പോൾ കുറച്ച് പൈസ കൂടുതലാവുന്നതാണ്. അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ പോർഷൻ സൈസ് കൺട്രോൾ ചെയ്ത് പറ്റുന്നത്രയും നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ, ഇപ്പൊ പച്ചക്കറികൾ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും വീടുകളിലോ ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്ന കർഷകരുടെ കയ്യിൽ നിന്നോ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ചെയ്യുന്നത് വഴി നമുക്ക് ഫുഡ് വേസ്റ്റേജ് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. ഓരോ കടകളിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഓർഡർ ചെയ്യുന്നു. അതിനുശേഷം ഒന്നുകിൽ നമ്മളത് പൈസ മുതലാക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ തിന്നു തീർക്കും. അപ്പൊ നമ്മുടെ ഹെൽത്ത് ആണ് അഫക്റ്റഡ് ആവുന്നത്. അനാവശ്യമായിട്ടുള്ള കാലറി നമ്മുടെ ഉള്ളിൽ എത്തുകയാണ്. ഇനി രണ്ടാമത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അതെല്ലാം വേസ്റ്റ് ആക്കും. അത് ഫുഡ് വേസ്റ്റ് ആയിട്ട് പോവുകയാണ്. നമ്മുടെ എൻവയോൺമെന്റിന് നമ്മൾ ദോഷമാണ് ചെയ്യുന്നത്. ഫുഡ് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ ആ വേസ്റ്റ് ചെയ്യുന്ന ആ ഒരു ചെറിയ പങ്കിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന എത്ര ലക്ഷം ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെ ഈ ലോകത്തുണ്ട് എന്ന് ആലോചിക്കുക. നമുക്ക് ഫുഡ് കിട്ടുന്നത് വളരെ വലിയൊരു നന്ദിയുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കുക. കാരണം ആ ഓരോ ഫുഡും ഒത്തിരി കർഷകരിൽ നിന്ന്, അതിനുശേഷം പ്രോസസ് ചെയ്യുന്നവരിൽ നിന്ന് വളരെ ഘട്ടങ്ങൾ കടന്നിട്ടാണ് നമ്മുടെ അടുത്ത് എത്തുന്നത് അല്ലെ? നമുക്കത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയുണ്ട്. അതില്ലാത്ത പല ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഫുഡ് വേസ്റ്റേജ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇത് ഞാനൊരു 5 വർഷം മുന്നേ എടുത്തൊരു തീരുമാനമാണ്. അതിനുശേഷം എൻ്റെ വീട്ടിലോ എന്നിൽപ്പെട്ട ആളുകളെ കൊണ്ടോ ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാറില്ല. അതേപോലെ നമ്മൾ ഈ ഫംഗ്ഷനുകളൊക്കെ നടത്തില്ലേ, മാരേജസ്, ഫ്യൂണറൽ, അങ്ങനത്തെ പരിപാടികൾക്കെല്ലാം എത്ര അധികം ഫുഡാണ് വേസ്റ്റ് ആവുന്നത്. അപ്പൊ നിങ്ങൾ അത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ബാക്കി വേസ്റ്റ് ആവാതെ ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിക്കാനുള്ള വഴികൾ കൂടെ അങ്ങനെയുള്ള ഫംഗ്ഷനുകളോടൊപ്പം അറേഞ്ച് ചെയ്യുക. അപ്പൊ ഏതെങ്കിലും ഓർഫനേജിലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഫുഡ് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ് അല്ലെ? 5ാമത്തെ കാര്യം, ലുക്ക് ഗുഡ് ടു ഫീൽ ഗുഡ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിലൊക്കെ വലിയ കാര്യമുണ്ടോ, എന്തിനാണ് അങ്ങനെ ഒരുങ്ങിയൊക്കെ നടക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെ ഒരു തവണ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ സ്വന്തം കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നതോ ഡ്രസ്സപ്പ് ചെയ്യുന്നതോ ഒക്കെ നമ്മളെ സഹായിക്കുന്നെങ്കിൽ അതെന്തിനു വേണ്ടെന്ന് വെക്കണം? എന്തായാലും അങ്ങനെ ചെയ്യണം. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് കാര്യങ്ങൾ, ഈ മേക്കപ്പോ ഹെയർ സ്റ്റൈലോ ഡ്രസ്സിംഗ് അപ്പോ എല്ലാം
മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം ആവരുത്. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്ത് അവർ നമ്മളോട് കൊള്ളാലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, സന്തോഷം കിട്ടും, എങ്കിൽ നല്ല കാര്യം. പക്ഷെ അത് അവരെ ഇംപ്രസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ സ്വന്തം കോൺഫിഡൻസിന് വേണ്ടി ആയിക്കഴിഞ്ഞാൽ അത് വേറൊരു ലെവലിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. ഇതിനെപ്പറ്റി തന്നെ ഒരുപാട് റിസർച്ചുകളൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം കണ്ടെത്തിയ സ്റ്റഡീസ് പോസിറ്റീവ് ആണ്. അതായത് നമ്മൾ നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നത്, നല്ല രീതിയിൽ നമ്മളെ തന്നെ ഗ്രൂം ചെയ്ത് പ്രസന്റ് ചെയ്യുന്നത് സ്വന്തം കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും എന്നും ഹാപ്പി ഹോർമോൺസിനെ റിലീസ് ചെയ്യിക്കും എന്നാണ് സ്റ്റഡീസ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ. സ്ക്രീൻ ഫ്രീ ടൈം. നമ്മളുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും നമ്മൾ വിചാരിക്കുന്ന ആ സമയമെല്ലാം നമ്മുടെ ഫ്രീ ടൈം ആണ് എന്നാണ്. ആ സമയം മുഴുവൻ നമ്മൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അതൊക്കെ സ്ക്രോൾ ചെയ്ത് തീർക്കുകയാണ് ചെയ്യുന്നതാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്. അതൊന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നോ വേണ്ട എന്നോ അല്ല. നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനായിട്ട് ഒരു പ്രത്യേക ടൈം വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് സമയം ഇതിനു വേണ്ടി വേസ്റ്റ് ആയി പോകും, നമ്മളെ തിരിച്ചറിയില്ല എന്ന് മാത്രം. മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പോമഡോറോ ടെക്നിക്. അതായത് 25 മിനിറ്റ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് പഠനമാവാം, നമ്മുടെ ഓഫീസ് ജോലി ആവാം, വേറെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യമാവാം. അത് ചെയ്യുമ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക. അതിനുശേഷം 5 മിനിറ്റ് നമ്മുടെ റെസ്റ്റ് ടൈം. അപ്പൊ നമുക്ക് ഫോൺ നോക്കാം, TV കാണാം, ഇഷ്ടമുള്ള കാര്യം, പാട്ട് കേൾക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ഒരു ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് വഴി നമ്മൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനും ബാക്കിയുള്ള ടൈം റിലാക്സ് ചെയ്യാനും പറ്റും. അല്ലാതെ നമ്മൾ ജോലി ചെയ്യുന്ന ഇടയ്ക്ക് ഫോൺ എപ്പോഴും ചെക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓൺ ആക്കി ഇടുക. ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോലും നമുക്ക് ഒരു ട്രിഗർ ആണ്. അതായത് എന്തോ ഒരു വാർണിംഗ് സിമ്പിൾ പോലെയാണ് ബ്രെയിൻ ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ പോലും നമ്മുടെ ബോഡിയിൽ ഒരുപാട് സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെ മോശമായിട്ടാണ് അഫക്ട് ചെയ്യുന്നത്, മെന്റലും ഫിസിക്കൽ വെൽബീയിങ്ങിന്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, എല്ലാ തവണയും വെറുതെ സ്ക്രോൾ ചെയ്ത് സ്ക്രീനിൽ മാത്രം നമ്മുടെ ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കാതെ ഇടയ്ക്ക് കുറച്ച് സമയം മറ്റു ഹോബീസിന് വേണ്ടി മാറ്റിവെക്കുക. 5 മിനിറ്റ് നമുക്ക് കിട്ടുമ്പോൾ അപ്പോൾ തന്നെ ഫോൺ നോക്കണമെന്ന് നിർബന്ധമില്ല. പകരം ഒരു പാട്ട് കേൾക്കാം, മൈൻഡ് റിലാക്സ്ഡ് ആവും. അതുപോലെ കൂടുതൽ എനർജറ്റിക് ആയിട്ട് വീണ്ടും നമ്മുടെ ജോലിയിലേക്ക് കടക്കാനും പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു സ്ക്രീൻ ഫ്രീ ഏരിയയും സ്ക്രീൻ ഫ്രീ ടൈമും സെറ്റ് ചെയ്യുക. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാവാം. കിച്ചണോ ബെഡ്റൂമോ ഡൈനിങ് റൂമോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ക്രീൻസ് അലൗഡ് അല്ല എന്നും നമ്മുടെ വീട്ടിലെ കുട്ടികളെ വരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഫാമിലി ടൈം കിട്ടുകയും കൂടുതൽ കമ്മ്യൂണിക്കേഷനുള്ള സ്പേസും സമയവും അവിടെ ഉണ്ടാവുകയും ചെയ്യും. എല്ലാവരും വീട്ടിലെ ഓരോരുത്തരും ഓരോ ഫോണും വെച്ചിട്ട് സ്ക്രോൾ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ സാധാരണ കാണാറ്. ഇത് നമ്മുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയും അങ്ങനെ തമ്മിലുള്ള റിലേഷനെ എല്ലാം പലപ്പോഴും ബാധിക്കാറുണ്ട്, നമ്മൾ അറിയാതെ തന്നെ. അപ്പോൾ ഈ കാര്യം ചെയ്തു നോക്കൂ. ഒരു സ്ക്രീൻ ഫ്രീ ടൈം വെച്ച് നോക്കൂ. ആദ്യം ഒരു ടെസ്റ്റ് പോലെ ചെയ്തു നോക്കാം. 1 മണിക്കൂറത്തേക്ക് ഞാൻ ഫോൺ നോക്കില്ല എന്ന് വിചാരിക്കുക. ആ 1 മണിക്കൂർ മറ്റു കാര്യങ്ങൾ ചെയ്യുക. നമുക്കപ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഒരുപാട് സമയം നമുക്കുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള സൗണ്ടുകൾ നമുക്ക് ചുറ്റുമുണ്ട്, പലതരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ പ്രകൃതിയിൽ തന്നെ കാണാൻ ഒരുപാടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഫോണിൽ നിന്ന് കണ്ണെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്ക്രീൻ ഫ്രീ ടൈം സെറ്റ് ചെയ്യുക. ഇനി 8ാമത്തെ കാര്യം, ലേൺ ടു സേ നോ. നോ പറയുക എന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. യെസ് പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടത്. കാരണം നമ്മൾ പറയുന്ന ഓരോ നോയും നമുക്ക് യെസ് പറയാനുള്ള വേറൊരു സ്പേസ് ഉണ്ടാക്കി തരികയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, നമുക്ക് പറ്റാത്ത റിലേഷൻസ് ആവാം, പറ്റാത്ത നിബന്ധനകളാവാം, ഇതിൽ നിന്നെല്ലാം നോ പറയാൻ പഠിക്കുക. എനിക്കത് പറ്റില്ല എന്ന് മാനേഴ്സോടുകൂടി തന്നെ, മര്യാദയോടുകൂടി തന്നെ പറയാൻ ശീലിക്കുക. അത് അപ്പോൾ നോ പറയാൻ നമ്മൾ മടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി ധാരാളം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ഫിസിക്കൽ മെന്റൽ സ്ട്രെസ് കൂട്ടും, അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും, മറ്റുള്ളവരുമായുള്ള റിലേഷൻസിനെ ബാധിക്കും. അങ്ങനെ ഒടുവിൽ ആ ഒരു നോ പറയാത്തതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ നമ്മളിൽ പെട്ട ആളുകളും കഷ്ടപ്പെടും. ഇതിനേക്കാൾ ഏറ്റവും നല്ലത് ആദ്യം തന്നെ ആ നോ പറയുന്നതാണ്. അത് എന്ത് കാര്യത്തിലായാലും നമ്മൾക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ, നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ, നമ്മൾക്ക് സന്തോഷം തരാത്ത കാര്യമാണെങ്കിൽ എന്തിനതിനു വേണ്ടി നമ്മുടെ സമയവും എനർജിയും ഒക്കെ വേസ്റ്റ് ചെയ്യുന്നു എന്ന് ആലോചിക്കുക. നോ പറയാൻ ശീലിക്കുക. നമുക്കത് ശീലം ഉണ്ടാവില്ല. കാരണം പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അടക്കവും ഒതുക്കമായിട്ട് വളരാൻ വേണ്ടിയാണ് നമ്മുടെ പാട്രിയാർക്കി നമ്മളെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊച്ചിലെ തൊട്ട്. അപ്പോൾ നമ്മൾക്ക് നോ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നോ പറഞ്ഞാൽ മറ്റേ ആൾ എന്ത് വിചാരിക്കും, അയാളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ സന്തോഷത്തെ സാക്രിഫൈസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും നമുക്ക് അധിക കാലം അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല.
എത്ര കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ ആ നോ പറയേണ്ട സമയത്ത് തന്നെ നോ പറഞ്ഞാൽ ആ ആൾക്കും നമുക്കും ഉള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും. എന്ത് കാര്യത്തിനാണെങ്കിലും അങ്ങനെ പറഞ്ഞ് ശീലിക്കുക. വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും ഇംപ്രഷൻസ് ഉണ്ടാക്കുന്നതിനെ പറ്റി അധികം ചിന്തിക്കാതിരിക്കുക. നമ്മൾ മറ്റേ ആള് എന്ത് ചിന്തിക്കുന്നതിനേക്കാളും നമുക്ക് അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കുക. പണ്ട് ഞാൻ പറഞ്ഞ ഒരു വെയിറ്റ് ലോസിന്റെ വീഡിയോ, അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ചാനൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത് ആ വീഡിയോയിലാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, എന്നാണോ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിക്കുന്നത് ഞാൻ നിർത്തിയത്, അപ്പോൾ മുതലാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശരിക്കുമുള്ള സന്തോഷം അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളത്. എന്നെപ്പറ്റി അവർക്ക് നല്ല ഇംപ്രഷൻ തന്നെ വേണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്നെപ്പറ്റി അവർക്ക് ഇഷ്ടമുള്ളത് വിചാരിക്കാം. ഞാനായിട്ട് അവരെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. ഞാനായിട്ട് അവർക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ എന്നിട്ടും അവരെന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്ന് ഞാൻ വറി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നോ പറയേണ്ടടുത്ത് നോ പറയുക. എവറി നോ മേക്സ് എ സ്പേസ് ഫോർ എ ന്യൂ എസ്. 9ാമത്തെ കാര്യം, മേക്ക് എ ഫിനാൻഷ്യൽ പ്ലാൻ. നമ്മളെ ആരെയും ഒരു സ്കൂളിലും പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. അതായത് എങ്ങനെ നമ്മുടെ കയ്യിൽ വരുന്ന പൈസയെ മാനേജ് ചെയ്യണമെന്ന് നമ്മൾ പലർക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാ. എൻ്റെ കൂടെയുള്ള ഡോക്ടർമാർക്ക് പോലും ഇത്രയും കാര്യങ്ങൾ പഠിച്ച് ഇത്രയും പ്രായമായിട്ടും അവർക്ക് സ്വന്തം കയ്യിൽ വരുന്ന പൈസ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ലാത്ത ആളുകളുണ്ട്. ശരിക്കും അത് കഷ്ടം തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് നന്നായിട്ട് പഠിക്കണം, പൈസ ഉണ്ടാക്കണം. ഈ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. ഓരോ മാസവും ആദ്യം പൈസ വരുന്നു, അതിനുശേഷം പൈസ പോകുന്നു. ഇതാണ് സാലറീഡ് ആയിട്ടുള്ള ശമ്പളം പറ്റുന്ന എല്ലാ ആളുകളുടെയും കണ്ടീഷൻ. അവസാനമാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കുക. നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ, നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന പൈസ, അത് എത്രയെങ്കിലും ആവട്ടെ, വലുതോ ചെറുതോ, അതിനെ എല്ലാ മാസവും മാറ്റിവെക്കാൻ ശീലിക്കുക. 100 രൂപ കിട്ടിയാൽ അതിൽ നിന്ന് 20 രൂപ മാറ്റിവെക്കുക. അതാണ് 50-30-20 റൂൾ. അതിൽ ആ 20 ആണ് സേവിങ്സ്. 50 നീഡ്സ്, 30 വാണ്ട്സ്, 20 സേവിങ്സ്. ഇതിൽ ഈ 20 സേവിങ്സ് ആണ് നമ്മൾ ആദ്യം മാറ്റിവെക്കേണ്ടത്. മാസം ആദ്യം നമുക്ക് ശമ്പളം കിട്ടുകയാണെങ്കിൽ ആ ശമ്പളത്തിൽ നിന്ന് ആദ്യം തന്നെ 20% മാറ്റിവെക്കുക. ബാക്കിയുള്ള പൈസ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആ ബാക്കിയുള്ള പൈസയിൽ നിന്ന് വേണം നമ്മുടെ എല്ലാ ചെലവുകളും നടത്താൻ. അതിൽ നീഡ്സും ഉണ്ട്, വാണ്ട്സും ഉണ്ട്. നീഡ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായ കാര്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നീഡ്സ്. വാണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമ കാണാൻ പോകുന്നത്, ഒരു യാത്ര പോകുന്നത്, പിക്നിക്കിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വാണ്ട്സ്. ഓക്കെ, ഇനി ഇതിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടി ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെ ചെയ്യാമെന്നുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കൂടെ എന്തായാലും കണ്ടു നോക്കുക. ഇനി ഈ പൈസ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 20% മാറ്റിവെക്കണം എന്ന് പറഞ്ഞില്ലേ, അത് സേവ് ചെയ്താൽ മാത്രം പോരാ, ഇൻവെസ്റ്റും ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റിനുള്ള ധാരാളം സേഫ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെ ഇപ്പോൾ നമ്മുടെ ചുറ്റുമുണ്ട്. അത് കണ്ടെത്താനും അതിനെപ്പറ്റി പഠിക്കാനും എല്ലാം നമ്മൾക്ക് ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. ഞാൻ ഈ കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ നിന്നും മറ്റ് സോഷ്യൽ മീഡിയയിലും മറ്റ് മെറ്റീരിയൽസിൽ നിന്നും റിസർച്ച് വഴി പഠിച്ചതാണ്. അല്ലാതെ ഇതൊന്നും പഠിപ്പിച്ചു തരാൻ വേണ്ടി എനിക്കും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി, നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ പറ്റി. അതേപോലെ സ്വന്തം ആവശ്യത്തിനുള്ള കാര്യങ്ങളെങ്കിലും നമുക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നോ എല്ലാം തികഞ്ഞു എന്നോ വിചാരിക്കാതിരിക്കുക. അറിവ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു പരിധിയില്ല. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിലും പഠിക്കാം. ഓരോ ദിവസവും എന്തെങ്കിലും ചെറിയ പുതിയ കാര്യമെങ്കിലും പഠിക്കാൻ നോക്കുക. അങ്ങനെ നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി 10ാമത്തെ കാര്യം, സ്റ്റാർട്ട് ഗിവിംഗ് ബാക്ക്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക. അത് പണം കൊടുത്ത് തന്നെ സഹായമാവണമെന്നില്ല. നമ്മുടെ എഫേർട്ട് ആവാം, നമ്മുടെ ആരോഗ്യം ഉപയോഗിച്ച്, പ്രയത്നം ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം. എപ്പോഴും നമ്മൾ സ്വന്തമായി തന്നെ ഫോക്കസ്ഡ് ആണ്, അല്ലെ? മറ്റുള്ളവരെ പറ്റി നമ്മൾ ആരും തന്നെ അധികം ചിന്തിക്കാറില്ല. സ്വന്തം കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് പോലെ തന്നെ മറ്റേ ആളെ ഉപദ്രവിക്കാതിരിക്കാനും കഴിയുമെങ്കിൽ അവരെ സഹായിക്കാനും ശ്രമിക്കുക. നമ്മൾ കൂടുതലായിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നത് വഴി നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും എന്നുള്ളത് പഠനങ്ങൾ വഴി തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, നന്ദിയോടെ ഇരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമ്മൾ കിട്ടാത്ത കാര്യങ്ങളെ പറ്റി, നടക്കാത്ത കാര്യങ്ങളെ പറ്റി, നഷ്ടപ്പെട്ട കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ചിന്തിക്കുക. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് എത്ര കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കഴിക്കാൻ ഭക്ഷണവും, ഇടാൻ ഉടുപ്പും, കിടക്കാൻ ഒരു വീടും ഉണ്ടെങ്കിൽ എത്രയോ അധികം ആളുകളെക്കാളും വലിയ ഒരു നിലയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴാണ് നമുക്ക് ഉള്ള കാര്യങ്ങളെ പറ്റി നന്ദിയോടെ ആലോചിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ മുതൽ നമ്മൾ കംപ്ലൈൻസ് പറയുന്നത് നിർത്താൻ തുടങ്ങും. അപ്പോൾ നമുക്ക് സന്തോഷം തനിയെ ഉണ്ടായി വരും. നമ്മൾ നേടുന്ന ഓരോ കാര്യവും നേടാൻ കഴിയാത്ത, നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യവും പഠിക്കാൻ കഴിയാത്ത, നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും കഴിക്കാൻ കിട്ടാത്ത, നമ്മൾ ഇടുന്ന ഓരോ ഉടുപ്പും
സ്വപ്നം പോലും കാണാൻ കഴിയാത്ത എത്ര ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതിനെക്കുറിച്ച് കൂടെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുക. അപ്പോൾ ഈ 10 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് ഇന്ന് മുതൽ ചെയ്തു തുടങ്ങുക. ചെയ്ത് നമുക്ക് തന്നെ അത് ശീലമാവും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും ഈ കാര്യങ്ങളെല്ലാം. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ആകും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി. ഈ വീഡിയോ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കാര്യങ്ങൾ ചെയ്ത് അവരും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.